ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദി ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 1 to following verses. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലും ഗഹ്വരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാ വരെ നാട്ടിലെ വിളവ് നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളെയും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളിയെപ്പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. 7-ാം വാക്യം. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു. അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. 10-ാം വാക്യം. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല. 11-ാമത്തെ വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്നു ഓഫ്രയിൽ അബീസ്രനായ യോവാശിൻ്റെ കരുവേലകത്തിൻ്റെ കീഴിൽ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. 12-ാം വാക്യം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. 12-ാം വാക്യം. The angel of the Lord appeared to him and said to him, the Lord is with you, O valiant warrior. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ കരുതിക്കൊള്ളുന്നവനായ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ അവരെ പുറപ്പെടുവിച്ച നാൾ മുതൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളോടുകൂടെ മരുഭൂമിയിൽ അവരെ അത്ഭുതകരമായി നടത്തി. ദൈവത്തിന് സ്തോത്രം. ചെങ്കടലിൽ കടന്ന് യോർദാനും കടന്ന് അവർക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ കാലശേഷം കഴിഞ്ഞ് അടുത്തതായിട്ട് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ഭരിക്കുവാൻ തക്കോണം അതിൻ്റെ ലീഡറായിട്ട് യോശുവയെ ദൈവം ചുമതലപ്പെടുത്തുവാനിടയായി. അതിനുശേഷമായി വീണ്ടും ന്യായാധിപന്മാരുടെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ എൽഡേഴ്സിനെ ന്യായാധിപന്മാരെ ചുമതലപ്പെടുത്തി ഇസ്രായേലിനെ ഭരിക്കുവാനായിട്ട് ചുമതലപ്പെടുത്തിയതായ ഭാഗങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 1 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തക ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിലെ അതിൻ്റെ 3-1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. 3-1 വാക്യം. കനാനിൽ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലൊക്കെയും പരീക്ഷിക്കേണ്ടതിന് യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളൊക്കെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരിക്കുന്ന ജാതികളാണിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും ഹീദോര്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബാനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശ മുഖാന്തരം യഹോവ ഇവിടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്നും അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയുവാൻ ആയിരുന്നു ഇവരെ വെച്ചിരുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തും. അവരുടെ പുത്രന്മാരെ തങ്ങൾക്ക് ഭാര്യമായിട്ടും എടുക്കുകയും തങ്ങളുടെ പുത്രന്മാരെ അവരുടെ പുത്രിമാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാർക്ക് സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തും തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിക്കുവാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടങ്ങളിലേക്ക് വരുവാനിടയായി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവം കൊടുത്തതായ ആ ദൈവികമായ കൽപ്പനകൾ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ആളുകൾ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ആദ്യകാലങ്ങളിൽ ആ പെന്തക്കോസ്ത് നാളുകളിൽ നൽകിയതായ ആ പഠിച്ചതുമായ മനസ്സിലാക്കിയതായ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ പോയിട്ട് നമ്മുടെ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ പഠിച്ചതായ ദൈവപ്രമാണവും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാപിച്ചതായ
ആ ദൈവികമായ പ്രമാണത്തിനനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നില്ലാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ ആമേൻ സ്തോത്രം, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങളെ എന്ത് ചെയ്തു ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, അപ്പോൾ കർത്താവിൽ നിന്നും പ്രാപിച്ചതായ ദൈവികമായ അനുഗ്രഹങ്ങൾ ആമേൻ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ ഞാൻ മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യരാരുമല്ല ഞാൻ പഠിച്ചത്, ദൈവത്തിൽ നിന്നും പഠിച്ചതായ ദൈവപ്രമാണത്തിൽ. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവെങ്കിൽ ആരുടെ ദാസനായിരിക്കില്ല? കർത്താവിൻ്റെ ദാസനായിരിക്കില്ല എന്ന് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൽ നിന്നും പ്രാപിച്ചതായ ദൈവപ്രമാണത്തിൽ നിന്നും ആളുകൾ വളരെ വേഗത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് ഈ ബൈബിളിനകത്ത് പഴയ നിയമ ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിലെ ഭാഗങ്ങളിൽ നമ്മൾ പ്രസംഗിക്കുന്നത്? അത് ബൈബിളിനകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം വായിക്കുമ്പോൾ ലോകാവസാനം വന്നെത്തിയിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായി നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ 10-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമെങ്കിൽ ആ വാക്യങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് വായിക്കാമെങ്കിൽ ആ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ. ആ പാറ ക്രിസ്തുവായിരുന്നു. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്ത വാക്യം, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നെവർദലെസ് വിത്ത് മോസ്റ്റ് ഓഫ് ദം ഗോഡ് വാസ് നോട്ട് വെൽ പ്ലീസ്ഡ്. ദൈവം അവരിൽ പ്രസാദിക്കുവാനിടയായില്ല. ഹൗ ടു പ്ലീസ് അവർ ഗോഡ്? ദൈവത്തെ നമുക്കെങ്ങനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? വി ഹാവ് ടു ഫോളോ ജീസസ് ഫുട് സ്റ്റെപ്പ്. ഹല്ലേലൂയ. നാം കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി യാത്ര ചെയ്യുവാൻ ദൈവം നമുക്കൊരു മാർഗം വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 8 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയി, ഇതുപോലെ നിങ്ങളും പിറുപിറുക്കരുത്. 11-ാമത്തെ വാക്യം, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അടുത്ത 12-ാമത്തെ വാക്യത്തിൽ, therefore let him who thinks he stands take heed that he does not fall. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ആകയാൽ നാം നിൽക്കുന്നു എന്ന് തോന്നുന്നു. നമ്മൾ നിൽക്കുന്നു എന്ന് തോന്നുന്നില്ല. ആമേൻ സ്തോത്രം. അങ്ങനെ പോലും നമ്മൾ തോന്നാത്ത ഒരു കാലത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആ കാലത്തിലെ ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഒരാലോചന കൊടുക്കുകയാണ്. ആകയാൽ നിൽക്കുന്നു എന്ന്. എന്തെങ്കിലും കുറവ്, എന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും വിശുദ്ധ ജീവിതം ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ. കാരണം ഹല്ലേലൂയ, നാം ആയിരിക്കുന്നതായ സാഹചര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സ്ലിപ്പറി ഉള്ളതായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആമേൻ. എബ്രായ ലേഖനം 2:1 എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, ഹീബ്രു ചാപ്റ്റർ 2:1, അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് എന്ത് ചെയ്യണം? അധികം ശ്രദ്ധയോടെ. ഹല്ലേലൂയ. അധികം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് എന്ത് ചെയ്യണം? therefore we ought to have, amen സ്തോത്രം, give the more earnest heed to the things which we have heard, lest at any time we should let them slip. നമ്മൾ ഏത് സമയങ്ങളിലും സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ചിന്തിച്ച കൂട്ടത്തിൽ ഈ 12 ശിഷ്യന്മാരിൽ എടുത്തതായ ഒരു മനുഷ്യനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ തന്നെ ആരാണ്? പിശാചാന്ന് പറഞ്ഞു. കർത്താവിന് വേണമെങ്കിൽ അവൻ്റെ സ്വഭാവത്തെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നിമിഷം കൊണ്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണമെങ്കിൽ എല്ലാം ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ചതായ സമയങ്ങളിലുള്ളതായ എല്ലാ കൃപകളും ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു? യൂദായ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തുടക്കം മുതലേ അവൻ തലതിരിഞ്ഞ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിങ്കിലേക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിങ്കിലേക്കാണെന്ന് തോന്നും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിങ്കിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാവർക്കും ഒരുപോലെ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയാറുണ്ട്, ആത്മീയ അനുഗ്രഹങ്ങളും ചൊരിയാറുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ മറ്റ് 11 ശിഷ്യന്മാർക്ക് കഴിഞ്ഞു. അതുപോലെ യൂദായ്ക്ക് എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. കാരണം കേട്ടത് അധികം എന്ത് ചെയ്യുന്നില്ല? ശ്രദ്ധയോടെ എന്ത് ചെയ്യുന്നില്ല? കരുതുവാൻ സമയം കണ്ടെത്തിയില്ല.
കർത്താവിന് നന്ദിയോട് സ്തോത്രം. വിത്ത് വിതച്ചവൻ്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ ഒരുപാട് വിത്തുകൾ വിതയ്ക്കുവാനിടയായി. എന്നാൽ ചിലതെന്ത് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത് വഴിയരിയിൽ വീഴുവാനിടയായി. ചിലതെന്ത് ചെയ്തു? പാറപ്പുറത്ത് വീഴുവാനിടയായി. ചിലതെന്ത് ചെയ്തു? മുള്ളിനിടയിൽ വീഴുവാനിടയായി. ചിലത് മാത്രമേ ഉള്ളൂ ഹല്ലേലൂയ നല്ല സ്ഥലത്ത് എന്ത് ചെയ്തു? വീഴുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും രക്ഷിക്കപ്പെട്ടെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ വചനം നമ്മുടെ അകത്ത് വളരുന്നില്ല എങ്കിൽ പ്രയോജനമൊന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇത് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം വളരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വലിയ പ്രത്യാശയ്ക്ക് കാരണമാവും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നൂറുകണക്കിന് ആൾക്കാർ വെള്ളത്തിൽ യാതൊരു പരിചയമില്ലാത്ത ആളുകൾ വാണിംഗ് സൈൻ വെച്ചിട്ടുണ്ട്. ആ വാണിംഗ് നിങ്ങൾ വെള്ളത്തിൽ ചാടരുത് എന്ന് പറഞ്ഞ്, പക്ഷേ അതൊന്നും കേൾക്കാതെ എന്ത് ചെയ്യും? വെള്ളത്തിൽ ചാടാറുണ്ട്. അനേക ആളുകൾ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ കോളേജിൽ നിന്നും പോകുന്ന സ്റ്റുഡൻസുകൾ വെള്ളത്തിൽ മുങ്ങി ചാകാറുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് കാരണം? അവിടെ വാണിംഗ് സൈൻ ഉണ്ട്. ഈ സ്ഥലത്ത് നിങ്ങളരുത്, വെള്ളത്തിൽ എന്ത് ചെയ്യരുത്, ഇറങ്ങരുത്. പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുക? കേട്ടത് എന്ത് ചെയ്യുക? അധികം ശ്രദ്ധയോടെ, മോർ കോൺസെൻട്രേഷൻ, ഹല്ലേലൂയ, മോർ ആൻഡ് മോർ കോൺസെൻട്രേഷൻ ആൻഡ് ഫോളോ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ഹല്ലേലൂയ വളരെ ശ്രദ്ധയോടെ, ഹല്ലേലൂയ വളരെ കരുതലോടെ, ഹല്ലേലൂയ അത് ആമേൻ ഒബേ ചെയ്താൽ നാം അനുഗ്രഹീതരായിത്തീരും. ആമേൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. ഇസ്രായേൽ മക്കളെ ആ മരുഭൂമിയിലെ യാത്ര കഴിഞ്ഞ് എല്ലാം കൂടെ ആകത്തുകയായിട്ട് എടുത്തു പറയാനുള്ളത് യോശുവയും കാലേബിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ എന്ത് ചെയ്തു? പട്ടുപോകാനിടയായി. യോർദാൻ കടക്കുന്ന അവസരങ്ങളിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവപ്രമാണത്തിൽ നിന്നായ ആമേൻ യോശുവയ്ക്കും കാലേബിനും ആ അക്കരെ കടക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കള് കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപദേഷ്ടാക്കന്മാരും ആമേൻ ആത്മീയമായ വളർച്ചകൾ പ്രാപിക്കേണ്ടവരുമാണ്. എന്നാൽ ഇന്നത്തെ കണ്ടീഷൻ എങ്ങനെയായിരിക്കുന്നുവെന്ന് നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടേതായ അവസ്ഥ പോലെ ഹല്ലേലൂയ മരുഭൂമിയിൽ കൊണ്ടാക്കി എല്ലാ നന്മ കൊണ്ട് നിറച്ചെങ്കിലും ആമേൻ ഈ ലോകത്തോട് ചേരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തോട് ചേർന്ന് അവർക്ക് മുൻപോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ഹല്ലേലൂയ എന്തോ സംഭവിക്കാനിടയായി എന്ന് ഇവിടെ ഈ എഴുത്ത് ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 6 അധ്യായ ഭാഗങ്ങളിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം എന്ത് സംഭവിക്കാനിടയായി? അവർക്ക് മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഈ ന്യായാധിപന്മാർ ഭരിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഭരിച്ചത് 1380 BC 1380 മുതൽ 1045 വർഷം വരെയാണെന്ന് ആമേൻ ചില കമൻ്ററി ഭാഗങ്ങളിൽ പറയുന്നു. 335 വർഷക്കാലം ഈ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുവാനിടയായി. ന്യായപാലനം ചെയ്യും തോറും കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ വിളിക്കും തോറും അവരകന്നു പോകുന്നെന്ന് പറഞ്ഞ പോലെ ന്യായപാലനം ചെയ്ത് അവരകന്നു പോകുന്ന ഒരു അനുഭവമാണ്. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ദൈവവചനം കേട്ടവരാണ് ആമേൻ വേർപെട്ടതായ സമൂഹങ്ങളിൽ നിന്ന് വന്ന നമുക്ക് പറയാനുള്ളത്. ഒരുപാട് ദൈവവചനം കേൾക്കുവാനിടയായി. യൂട്യൂബ് മുഖാന്തരമായും അല്ലാത്ത നിലകളിലും കോൺഫറൻസ് മുഖാന്തരമായും കൺവെൻഷൻ മുഖാന്തരമായും ഈവൻ ശവമടക്കാൻ പോകുന്നിടത്താണേലും വചനം സംസാരിക്കുകയില്ല. കർത്താവിൻ്റെ സ്തോത്രം. അവിടെ കണ്ടോളൻസ് പറയാനായിട്ടുള്ളതായ സമയങ്ങൾ ഇഷ്ടം പോലെ സമയങ്ങളാണ്. ആ സമയങ്ങളും വചനങ്ങൾ കേൾക്കുകയാണ്. വിവാഹത്തിന് പോയാൽ അവിടെയും ആമേൻ വചനങ്ങൾ കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടങ്ങളിൽ വചനം അങ്ങനെ കേൾക്കുവാനായിട്ട് കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ ട്രാൻസ്ലേഷൻ ഇല്ലായിരുന്നു. അതിൻ്റെതായ അപര്യാപ്തത ഉണ്ടായിരുന്നു. എന്നാൽ വളരെ അഡ്വാൻസ്ഡ് ലെവലിലായിട്ട് മെസ്സേജുകൾ കേൾക്കുവാനുള്ളതായ അവസരമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ സ്തോത്രം, കർത്താവിൻ്റെ വരവിൽ നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ട ആവശ്യമാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഇസ്രായേൽ മക്കള് മരുഭൂമി യാത്ര കഴിഞ്ഞ് അവിടുന്ന് യോർദാനിൽ കടന്ന് വാഗ്ദത്ത നാട്ടിലെത്തിയെങ്കിലും പ്രൈസ് ദി ലോർഡ് ദൈവം പറഞ്ഞതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കുവാനായി അവർക്ക് കഴിഞ്ഞില്ല. അവരെന്തോ ചെയ്യുവാനിടയായെന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവർ ബാൽ വിഗ്രഹങ്ങളെയും അശേര ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുവാനിടയായി. അവരുടെ ചിന്തകളെല്ലാം കനാന്യ ദൈവങ്ങളെല്ലാം ഈ കൃഷിപരമായ കാര്യങ്ങളിലെല്ലാം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായ ആളുകൾ ദേവന്മാരാണെന്ന് അവർ വിശ്വസിക്കാനിടയായി. അങ്ങനെ അതിനെ എന്ത് ചെയ്തു? ഫോളോ ചെയ്യാനിടയായി. അങ്ങനെ ആ പ്രമാണങ്ങളിലേക്ക് അവർ വഴുതി പോകാനിടയായി. അങ്ങനെ മുമ്പോട്ട് പോകുന്ന കൂട്ടത്തിലാണ് എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് എന്ത് ചെയ്തു? അനിഷ്ടമായിട്ടുള്ളത് ചെയ്തും യഹോവ അവരെ എന്ത് ചെയ്തു? 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ എന്ത് ചെയ്തു? ഏൽപ്പിക്കുവാനിടയായി. Then the sons of Israel, what was the evil in the sight of the Lord? And the Lord gave them into the hands of the Midian at 7 years. 7 വർഷക്കാലം പുറകോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അനേക സന്ദർഭങ്ങളിൽ അവർ പുറകോട്ട് പോവും.
ദൈവം ഇവരെ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഒരു ന്യായാധിപനാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമതായി ഒത്നിയേൽ എന്ന് പറഞ്ഞതായ ഒരു ന്യായാധിപനാണ് ന്യായാധിപന്മാരുടെ ആദ്യത്തെ ന്യായാധിപനായി എഴുന്നേൽപ്പിക്കാനിടയായത്. അദ്ദേഹം എത്ര വർഷം ഒത്നിയേൽ? അതിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. 7-9 വാക്യം, എന്നാൽ ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിൻ്റെ അനുജനായ കെനസിൻ്റെ മകനായ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എന്ത് ചെയ്തു? എഴുന്നേൽപ്പിക്കുവാനിടയായി. അങ്ങനെ കീഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം വായിക്കാമെങ്കിൽ അവർ 40-ൽ പരം വർഷം എന്ത് ചെയ്തു? ഭരിക്കുവാനിടയായി. 40 വർഷം കഴിഞ്ഞ് അയാൾ മരിച്ചു കഴിഞ്ഞപ്പം വീണ്ടും എന്ത് ചെയ്തു? ഇവർ പാപം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ പ്രമാണം എത്ര കൊടുത്താലും, എത്ര ഉപദേശം കൊടുത്താലും, എത്ര ബൈബിൾ സ്റ്റഡി കേട്ടാലും പിന്നെയും കേൾക്കുന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് എബ്രായ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് എന്ത് ചെയ്യുക? ആദ്യം ശ്രദ്ധയോടെ കരുതുക. വെറും ശ്രദ്ധയോടെ അല്ല, ആദ്യം ശ്രദ്ധയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ജോലി സ്ഥലത്ത് ഒരു അസൈൻമെൻറ്റ് തന്ന ഹോസ്പിറ്റലിലാണെങ്കിലും രാവിലെ സമയം ചെന്ന് കഴിയുമ്പോഴത്തേക്കും സൂപ്പർവൈസർ ഒരു അസൈൻമെൻറ്റ് ചെയ്താൽ, ഒരു അസൈൻമെൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന ജോലി കാര്യങ്ങൾ, ഇന്ന പേഷ്യൻസിനെ നോക്കണമെന്ന് പറഞ്ഞ് ഒരു അസൈൻമെൻറ്റ് കിട്ടിയാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി വേറെ പേഷ്യൻസിനെ നോക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഒരു വാണിംഗ് സ്ലിപ്പ്, വെർബൽ വാണിംഗ് കിട്ടും. അത് കഴിഞ്ഞ് ശേഷമായി റിട്ടേൺ ആ വാണിംഗ് ചിലപ്പോൾ ലഭിച്ചെന്നിരിക്കും. നമ്മൾ വേറെ വഴിക്കാണ് പോകുന്നത്. അസൈൻമെൻറ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർവൈസർ അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി അല്ല ചെയ്യുന്നെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്തോത്രം, ഫൈനലി ടെർമിനേഷൻ ലഭിക്കുവാനിടയാകും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഓരോ കാലഘട്ടങ്ങളിലായി ദൈവം നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടികളുണ്ട്. അതനുസരിപ്പാൻ തക്കോണം കടപ്പെട്ടവരാണ്. 40-ൽ പരം വർഷം ആമേൻ സ്തോത്രം ദൈവം എന്ത് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുവാനിടയായി. അതിനു മുമ്പായി പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു. 8-ാം വാക്യത്തിൽ, 8-ാമത്തെ വാക്യത്തിൽ എന്താ സംഭവിക്കുന്നത്? യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. എന്താണ് അയച്ചത്? അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ചു. 8-ാമത്തെ വാക്യം, the Lord sent a prophet to the sons of Israel, and he said to them, thus saith the Lord, is the God of Israel, it was I who brought you up from Egypt and brought you out from the house of slavery. He delivered from the Egypt. Hallelujah. ഈജിപ്തിൽ നിന്നും അവരെ വിടുവിക്കുവാനിടയായി. പഴയ കാര്യങ്ങൾ, പാസ്റ്റിലെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിടെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം അവിടെ കിടക്കട്ടെ. ആമേൻ എന്നല്ല പറയുന്നത്. ദൈവത്തിന് ഒരു പ്രവാചകനെ സ്പെഷ്യലായിട്ട് അയച്ചു. മിസ്രൈമിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പുതിയ തലമുറയാണ്. അവർക്കോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ഫറവോൻ്റെ അടുക്കൽ വന്ന് മോശ വന്ന് പറഞ്ഞ് യഹോവയെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ എന്താ പറഞ്ഞ്? യഹോവയെ ആരാധിക്കാൻ യഹോവ ഏത് പുള്ളിയാണെന്ന് അറിയത്തുമില്ല എന്ന് പറഞ്ഞ പോലെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആമീൻ സ്തോത്രം. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം പുതിയ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവരെ യഹോവയെക്കുറിച്ചും ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്തില്ല, മനസ്സിലാകത്തില്ല. നമ്മളിവിടെ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നമ്മൾ ആമീൻ സ്തോത്രം നാട്ടിലായിരുന്ന സമയത്ത് ഒരു ഫ്രിഡ്ജും ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു, ഞങ്ങൾ ഒത്തിരി നടന്നാ പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പോലെ എന്ത് ചെയ്യത്തില്ല. ഞങ്ങൾക്ക് ആറും ഇല്ലായിരുന്നു, ഒരു ബൈക്കും ഇല്ലായിരുന്നു, ഈവൻ ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത ഒരു സന്ദർഭം. മിനിസ്ട്രി ചെയ്യുന്ന ആ സമയങ്ങൾ, ഇപ്പോഴാണ് എല്ലാവർക്കും കാര്യങ്ങളുള്ളത്. നടന്ന് മണിക്കൂറുകൾ നടന്നാണ് ഒരു വിശ്വാസികളുടെ വീടുകളിലേക്ക് ചെല്ലുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ഒരുപാട് നടന്ന് ആമേൻ സ്തോത്രം. എന്നാൽ ഇപ്പം നമ്മൾ ആ നടന്ന കാര്യം പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ നടന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തോ വേണ്ടത് എന്ന് പറഞ്ഞ പോലെ അന്ന് ഇസ്രായേൽ മക്കൾ വിടുവിച്ചതായ വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ 8-ാമത്തെ വാക്യം എന്താ സംഭവിച്ചത്? 8-ാം വാക്യം, ദൈവം യഹോവ ഒരു പ്രവാചകനെ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയക്കുവാനിടയായി. ദൈവം അതത് സമയങ്ങളിലായി ദൈവം തൻ്റെ ആലോചന അറിയിക്കുവാൻ ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കും. ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന് സ്തോത്രം നമ്മോട് ഉള്ള ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കാറുണ്ട്. 7 വർഷക്കാലം മിസ്രയീം നിന്ന് കൊണ്ടുവന്നായ ഇസ്രായേൽ മക്കൾ മിദ്യാൻ്റെ കീഴിൽ അടിമകളായി തീരുവാനിടയായി. എത്ര പേരുടെ അടിയിൽ കിടക്കുന്ന? 3-ാമത്തെ വാക്യം, ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ പിന്നെ ആരൊക്കെ വരും? അപ്പോൾ ഈ മിദ്യാന്യരുടെ ട്രഡീഷൻ ഏതാണെന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച. മിദ്യാന്യർ, അമാലേക്കരും. മിദ്യാന്യരുടെ ആ ഗോത്രം എവിടുന്ന് വന്നവരാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. മിദ്യാന്യർ വന്നത് അബ്രഹാമിൻ്റെ ഭാര്യയായ കെതൂറയിൽ നിന്നും വന്നതായ മിദ്യാന്യരെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അമാലേക്കർ ഏശാവിൻ്റെ മക്കൾ. അപ്പം
സ്വന്തം ജനത്തിൽ നിന്നും തന്നെയാണ് കാര്യപരിപാടികൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ മിദ്യാന്യരും അമാലേക്കരും എല്ലാം ട്രഡീഷണലായി അബ്രഹാമിൻ്റെ മക്കൾ തന്നെയാണ്. കർത്താവിന് സ്തോത്രം. അവർ ദൈവജനത്തിന് എതിരായി തീരുവാൻ കഴിഞ്ഞു. അവരാരൊക്കെയുണ്ട്? മിദ്യാന്യരും പിന്നെ അമാലേക്കരും കിഴക്കേ ദേശക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ചുറ്റുമായിട്ട് നിന്ന് അവരുടെ വിളവുകളെ നശിപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്തു? കടന്നു വരുവാനിടയായി. വിളവുകൾ നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് സിറ്റുവേഷൻ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ത് ചെയ്തു? അവരുടെ തലമുറയ്ക്കുള്ളതായ ഹെൽത്ത് നഷ്ടമാകുവാനിടയായിത്തീരും. പ്രൈസുള്ള അവർക്കുള്ളതായ ആരോഗ്യ നിലവാരം നഷ്ടമാകുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വാസത്തിൽ എങ്ങനെയായിരിക്കണം? തീത്തോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? ആരോഗ്യമുള്ളവരായിരിക്കണം. ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ മക്കൾക്ക് സംബന്ധിച്ചുണ്ടാകുവാനിടയായി. 3 ഗ്രൂപ്പ് ആളുകൾ, എനിമീസ്, അവർക്ക് ചുറ്റുമായി വരുവാനിടയായി. അവർ വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുന്ന സമയങ്ങളിൽ, ആ വാവിട്ട് നിലവിളിക്കുന്ന സാഹചര്യങ്ങളിൽ ഇസ്രായേൽ മക്കളെ കൈവിടാതെ വണ്ണം ദൈവം വഴികളെ ഒരുക്കുവാൻ ദൈവം പ്രവാചകനെ അയക്കുവാനിടയായി. ആ പ്രവാചകനെ അയച്ചതിന് ശേഷമായി ദൈവം ഒരു മെസ്സേജ് പറയുവാൻ ദൈവം തന്നെ തൻ്റെ ദൂതനെ അയക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം, യഹോവയുടെ ദൂതനൊരു എന്ത് ചെയ്തു? The angel of the Lord appeared to him and said to the Lord, the Lord is with you. കർത്താവിന് സ്തോത്രം. ആ വാക്യം ഒന്ന് മലയാളത്തിൽ, യഹോവയുടെ ദൂതൻ അവൻ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഗിദെയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വെട്ടുകാരൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തന്നോട് പറയുന്ന അവസരങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് മെസ്സേജ് പറയുന്ന കൂട്ടത്തിൽ ഈ ഗിദെയോന് കുറേ സംശയമുണ്ട്. ഗിദെയോൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുന്തിരിച്ചക്കിനരികെ ഗോതമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, മെതിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഗിദെയോൻ അറിയാത്തതായ ഒരു കാര്യമുണ്ട്. എന്താണ് അറിയാത്തത്? യഹോവ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ചെയ്യുന്നില്ല, അറിയുന്നില്ല. പലപ്പോഴും നമുക്കത് മനസ്സിലാകാം. യേശുവിൻ്റെ അപ്പനും അമ്മയും യെരുശലേമിലെ ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്കിന് ബാലൻ കൂടെ കാണുമെന്ന് എന്ത് ചെയ്തു? അവർ ഊഹിക്കുവാനിടയായി. പല ഊഹങ്ങളും പ്രയാസത്തിലേക്ക് മാറും. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കർത്താവ് കൂടെയുണ്ട്, അല്ലെങ്കിൽ യേശു കൂടെ ഉണ്ടെന്ന് അവർ ചിന്തിക്കുവാനിടയായി. 3 ദിവസത്തെ വഴിദൂരെ യാത്ര ചെയ്ത് തിരിഞ്ഞ് മടങ്ങി ചെല്ലുവാനിടയായി. ആമേൻ. ആളുകളുടെ ഇടയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുവാനിടയായി. എന്നാൽ ബാലനായ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. കർത്താവിന് നന്ദിയോട് സ്തോത്രം. യെരുശലേമിൽ പുരോഹിതന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അവർ തിരിച്ച് മടങ്ങി പോകുവാനിടയായി. പ്രിയമുള്ളവരെ, കർത്താവ് കൂടെ കാണുമെന്ന് പലപ്പോഴും നമ്മൾ ഊഹിച്ചു പോകാറുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ശിംശോനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പല പ്രാവശ്യങ്ങളിലായി ദൈവം ആമേൻ വാണിംഗ് കൊടുത്തു. പരിശുദ്ധാത്മാവ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ശക്തി മാത്രമല്ല, വാണിംഗ് കൂടെ കൊടുക്കാറുണ്ട്. ഇവൻ വലിയ അത്ഭുതങ്ങളല്ലേ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പിടിക്കാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മറിക്കുകയില്ല. കർത്താവിന് നന്ദിയോട് സ്തോത്രം. വലിയ ശക്തിയോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ തൻ്റെ ശക്തി നഷ്ടമായി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പഴയതുപോലെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഒരു കുടച്ചിൽ കുടയുവാനിടയായി. ആ കുടച്ചിലാണ് നമുക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടച്ചിൽ മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഇപ്പം പെന്തക്കോസ്തുകാർക്കെല്ലാം ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത്, അമ്മേ, പഴയ കുടച്ചിൽ പോലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ കുടച്ചിലും ഇല്ലെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം പോയ അവസ്ഥയിലായിരിക്കുകയാണ്. നാട്ടിലൊക്കെ പറയാറുണ്ട്, ഗ്യാസ് പോയ സോഡയുടെ കൂട്ട് പോലെ ആയിരിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു സ്തോത്രം. ശക്തിയെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? നഷ്ടമായ അവസ്ഥയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ എന്താണ്? ബലപ്പെട്ടിരിക്കുമോ? നിന്റെ ശക്തി ഉണ്ടോ? എത്രമാത്രമാണ്? ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യെശയ്യാപ്രവചനം 40 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. കർത്താവിനായി കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? കർത്താവിനായി കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ലഭിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് ശക്തി ലഭിക്കത്തില്ല. അവർ കഴുകന്മാരെ പോലെ എന്ത് ചെയ്യും? ചിറകടിച്ച് പറന്നുയരുവാനിടയായിത്തീരും. ഇന്ന് പകലിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയുടെ സ്തോത്രം. ഒരു കാര്യം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട്, ഗോഡ് ഈസ് വിത്ത് അസ്. ഹല്ലേലൂയ. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഹി ഹോൾഡ് അവർ ഹാൻഡ് ആൻഡ് ലീഡ് us ആൻഡ് കൗൺസിൽ us. ഹല്ലേലൂയ. യഹോവ അല്ലെ കർത്താവിൻ്റെ കൈ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? പിടിച്ചിരിക്കുകയാണ്. നിന്റെ ആലോചനയാൽ എന്ത് ചെയ്യും? എന്നെ നടത്തും. 73-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, വേറെ ആരെങ്കിലും കൈക്ക് പിടിച്ചാൽ അവരെല്ലാം കൈയെല്ലാം ഉതറിച്ച ശേഷമായി ഹല്ലേലൂയ ഉതറിച്ച് ഹല്ലേലൂയ അവർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. എന്നാൽ കർത്താവ് പിടിച്ചാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ അവസാനം വരെയും ഹല്ലേലൂയ നമ്മെ പിടിച്ച് അവസാനം വരെയും ഹല്ലേലൂയ നടത്തുവാൻ കഴിവുള്ളവനായ കർത്താവാണ്. പക്ഷെ ഒരു കാര്യം കർത്താവ് ആഗ്രഹിക്കുകയാണ്, നീ മരണപര്യന്തം എന്തായിരിക്കുക?
വിശ്വസ്തനായിരിക്കുക. എന്നാൽ നിന്നെ അവസാനം വരെ എത്തിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ്. ഹാലലുയ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എങ്ങനെയും ഹാലലുയ ഗോതമ്പ് മെതിച്ച് വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടതായ മനുഷ്യനോട് പറയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ എന്താണ് അടുത്ത ചോദ്യം? ഈ ഗിദെയോന്റെ ചോദ്യമാണ് നമ്മളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യഹോവ നമ്മോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതെല്ലാം. ഇതാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ചോദ്യം ഗിദെയോന് മാത്രമല്ല, പല സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളെല്ലാം പല കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവർ. എല്ലാം നമുക്ക് എണ്ണി പറയാനൊക്കെയില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ആൻസറായി. ഈ കഴിഞ്ഞ ദിവസത്തിലെ കഴിഞ്ഞ 2 ആഴ്ചകളിൽ മുമ്പിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഹല്ലേലൂയ ആരംഭവും അവസാനവും അറിയുന്നവനായ ഒരു കർത്താവ്. ഇതിനിടയ്ക്ക് വെച്ച് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയത്തില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കാം, ആരോഗ്യമില്ലാത്ത അവസ്ഥയായിരിക്കാം, രോഗമായിരിക്കാം, മരണമായിരിക്കാം. ആരംഭവും അവസാനവും അറിയുന്നവനായ കർത്താവ്, ആ കർത്താവ് നമ്മെ വലങ്കരം പിടിച്ച് നടത്തുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഗിദെയോൻ അങ്ങനെ പറഞ്ഞില്ല. യഹോവ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം മിദ്യാന്യർ 7 വർഷക്കാലമായി ഞങ്ങളെ മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈവൻ കളത്തെ മെതിക്കുന്നു. ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് മിദ്യാന്യർ ഇവരുടെ മേലെ മെതിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യാതായി. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവനെ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞ് നോക്കി ഒരു പറച്ചിലുണ്ട്. എന്താ പറഞ്ഞത്? നീ ബലത്തോടെ എന്ത് ചെയ്യുക? പുള്ളി ഇതുവരെയും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെയുള്ള നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. അപ്പനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻ വേറൊരു യാഗപീഠമെല്ലാം ഉണ്ടാക്കി പണിതുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പനോട് ചോദിച്ചാലും ഈ ബലം അറിയത്തില്ല. എന്നാൽ അറിയാവുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെയാണ് ഈ പ്രിയമുള്ളവരെ ആർക്കും അറിയത്തില്ല. അപ്പൻ സ്തോത്രം അശേരയുടെ പ്രതിഷ്ഠയെല്ലാം ഉണ്ടാക്കി അവിടെ അർപ്പിക്കാൻ കാളയെല്ലാം വെച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. അപ്പനോട് ചോദിച്ചാൽ അപ്പനും അറിയത്തില്ല. എന്നാൽ അറിയുന്നവനായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ ശക്തി എത്രമാത്രമാണെന്ന് അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ വാദപിടുത്തങ്ങളായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അവനെ ഉറ്റുനോക്കി ഈ ബലത്തോടെ എന്ത് ചെയ്യുക? പോവുക. മുൻപോട്ടുള്ള യാത്രയിൽ കർത്താവിന് സ്തോത്രം. ലോർഡ് ഈസ് വിത്ത് us. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ എന്ത് ചെയ്യും? മതിൽ ചാടി കിടക്കും. അതിനു മുമ്പായി കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ ലെറ്റ് us examine ourselves. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. കൂടെ കാണുമെന്ന് അവരെന്ത് ചെയ്തു? ഊഹിക്കുവാനിടയായി. നമ്മുടെ ജീവിതയാത്രയിൽ, ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ, ക്രിസ്തീയ എക്സ്പീരിയൻസിൽ കർത്താവ് കൂടെയുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകാറുണ്ട്. എന്നാൽ കർത്താവില്ലായെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ഭൂമിയിൽ നമ്മൾ ഹീറോ ആയിരിക്കും. ദൈവസാന്നിധ്യമില്ലെങ്കിൽ വി ആർ സീറോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മെറ്റീരിയൽ തിങ്സോ അക്കാഡമിക് ലെവലില് സ്റ്റാൻഡേർഡോ ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീ വിജയിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പറയാൻ കഴിയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ എന്ത് ചെയ്യും? പാഞ്ഞിയിലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. മിദ്യാന്യരെ 7 വർഷക്കാലം ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഇസ്രായേൽ മക്കൾ പോകുന്ന അവസരങ്ങളിൽ ദൈവം ഗിദെയോനെ എടുത്ത് ഉപയോഗിക്കാനിടയായി. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ. ഈ അന്ത്യകാലത്തെ മിനിസ്ട്രിക്കായി കർത്താവ് ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഹല്ലേലൂയ, നീ ഈ ബലത്തോടെ എന്ത് ചെയ്യുക? പോവുക. നിന്നിലൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിന്നിലൊരു കൃപയുണ്ട്. നിന്നിൽ പാട്ടുപാടുവാൻ, നിന്നിൽ പ്രാർത്ഥിക്കുവാൻ, നിന്നിൽ പ്രസംഗിക്കുവാൻ വിവിധ നിലകളിലായി ദൈവം ഒരു ശക്തി നൽകിയിട്ടുണ്ട്. പ്രയോജനപ്പെടുക. അങ്ങനെ പ്രയോജനപ്പെടുന്നവരോട് കർത്താവ് പറയും, നല്ലവനും വിശ്വസനുമായ ദാസനെ, നീ അല്പത്തിൽ എങ്ങനെയായിരുന്നു രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് എല്ലാവരോടും നിത്യതയിൽ കാണുമ്പോൾ ഹല്ലേലൂയ 5 താലന്ത് വാങ്ങിച്ചവൻ 5 കൂടെ എന്ത് ചെയ്തു? നേടുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് സന്നിധിയിൽ കർത്താവിനെ നേടുവാൻ കർത്താവിന് സ്തോത്രം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞ് ടു ലീവ് ഈസ് ക്രൈസ്റ്റ്. ജീവിക്കുന്നത് എന്താണ്? ക്രിസ്തു. മരിക്കുന്നതല്ല അപമാനം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എന്നാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് അവിടുത്തെ ഹിതമാണ്, അവിടുത്തെ ശുശ്രൂഷയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തതിൻ്റെ അതിപ്രധാനമായ കാര്യം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ, ഇടിവിൽ നിൽക്കുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി ദൈവം എന്നെ എടുത്തുപയോഗിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഒരു ഗിദെയോനെ പോലെ ഈ ബലത്തോടെ പോവുക. ഹല്ലേലൂയ. ഈ ബലത്തോടെ എന്ത് ചെയ്യുക? പോകുക. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ആ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 12 യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ 13ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. എന്താ എഴുതിയിരിക്കുന്നത്? 13ാമത്തെ വാക്യം വേഴ്സ് 13. എന്താണ് എഴുതിയിരിക്കുന്നത്? 13ാമത്തെ വാക്യം
ആ ആ ആ ആ 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി. അടുത്ത് നിന്റെ ഈ ബലത്തോടെ പോവുക. അടുത്ത് ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നത്. Lord looked at him and said, Go in this your strength and deliver Israel from the hand of Midianites, and have I not sent you? ഞാനല്ലോ നിന്നെ അയക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കർത്താവാണ് നിങ്ങൾക്ക് പാട്ട് പാടാൻ കൃപ നൽകിയിരിക്കുന്നത്. കർത്താവാണ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കൃപ നൽകിയിരിക്കുന്നത്. കർത്താവാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത്. അങ്ങനെ ബോധ്യമുള്ള എല്ലാ ദൈവമക്കളും കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിലൂടെ അത്ഭുതങ്ങൾ നടക്കുവാൻ, വീര്യപ്രവൃത്തികൾ നടക്കുവാൻ, അടയാളങ്ങൾ നടക്കുവാൻ ദൈവം കൃപ നൽകേണ്ടതിനായി ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പൽക്കാലം ഒരു വിടുതലിൻ്റെ പൽക്കാലമായി മാറേണ്ടതിനായി ഗിദെയോനോട് സംസാരിച്ചവനായ കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. 2 or 3 people gathered together there are my midst. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ സാന്നിധ്യമായി നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ നിലവിളിച്ച് 2 കുഞ്ഞുങ്ങളെ അടിമകളാക്കി പിടിക്കുവാൻ പോകുന്ന അവസരങ്ങളിൽ എലീശ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? പ്രൈസ് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. കുരുടന്മാർ ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ നിനക്ക്, ആമേൻ, സ്തോത്രം, ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കർത്താവിന് അറിയാൻ കഴിയും, നമുക്ക് പലപ്പോഴും അറിയത്തില്ല. എന്നാൽ ഈ ബലത്തോടെ പോവുക, മുൻപോട്ട് പോവുക. മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ശത്രുവായ ഗോലിയാത്ത് താഴ്വരയിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അഭിഷേകം പ്രാപിച്ചതായ ദാവീദ്, ഹല്ലേലൂയ, നീ നിന്നിരിക്കുന്ന യഹോവയുടെ നാമത്തിൽ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോലിയാത്തിന് നേരെ ആമേൻ നീങ്ങുവാൻ തക്കവണ്ണം. അതുപോലെ ഇന്ന് പൽക്കാലം ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാർ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ ശക്തികൾ കടന്നു വരുമ്പോൾ, ഫറവോനിയ ശക്തികൾ കടന്നു വരുമ്പോൾ, ആമേൻ, അമാലേക്കിന്റെ ശക്തികൾ കടന്നു വരുമ്പോൾ, മിദ്യാന്റെ ശക്തികൾ കടന്നു വരുമ്പോൾ, കിഴക്കേ ദേശക്കാരുടെ ശക്തികൾ കടന്നു വരുമ്പോൾ ഈ ബലത്തോടെ പോവാൻ ആവശ്യമായ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്ത് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.